Dear students, in the last class we have discussed in detail what is solubility and what is the solubility of solids in liquids. Today in this session we will discuss the solubility of gases in liquids. Gases in liquids ഏത് തരം സൊല്യൂഷൻസാ? ലിക്വിഡ് സൊല്യൂഷൻസ് അല്ലേ? കാരണം സോൾവെൻറ്റ് ലിക്വിഡ് ആണ് ആൻഡ് ദ സൊല്യൂട്ട് ഇസ് ഗ്യാസ്. എക്സാമ്പിളായിട്ട് സോഡ വാട്ടർ, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ക്ലോറിൻ ഇൻ വാട്ടർ, ഓക്സിജൻ ഇൻ വാട്ടർ എക്സെട്ര. നൗ സീ സോല്യുബിലിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത അളവ് സോൾവെൻറ്റിൽ ലയിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാക്സിമം അളവിനാണ് സോല്യുബിലിറ്റി എന്ന് പറയാം. അത് ഏത് തരം സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിലും അങ്ങനെയാണ്. സോളിഡ് ഇൻ ലിക്വിഡ് ആവുമ്പോൾ ടെമ്പറേച്ചർ മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ യു ഹാവ് ടു കൺസിഡർ ഓൾസോ വാട്ട് ദി പ്രഷർ. ഓക്കെ, സോ വെൻ യു ടോക്ക് അബൌട്ട് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്, നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറയണം. ടെമ്പറേച്ചർ മസ്റ്റ് ബി കോൺസ്റ്റന്റ്, പ്രഷർ ഓൾസോ മസ്റ്റ് ബി കെപ്റ്റ് ഫിക്സ്ഡ്. So I am keeping the pressure as 1 atmosphere and I am taking the specified volume 1 milliliter of the solvent. 1 milliliter സോൾവെൻറ്റും സ്പെസിഫൈഡ് ടെമ്പറേച്ചറും അതുപോലെ എന്തായിരുന്നു ഒരു 1 atmosphere പ്രഷറും എടുക്കുന്നു. ദെൻ ഈ കണ്ടീഷനിൽ 1 milliliter സോൾവെൻറ്റിൽ ലയിക്കുന്ന ആകെ വോളിയം ഗ്യാസിന് പറയുന്ന പേരാണ് ആ ഗ്യാസിൻ്റെ solubility. So we can say it is the volume of the gas in what? Milliliter converted to STP that can dissolve in unit volume. Say 1 milliliter of the liquid to form a saturated solution at the temperature of dissolution and under a pressure of 1 atmosphere. Okay. ഇവിടെ എന്താ ഈ converted to STP എന്ന് പറഞ്ഞിരിക്കുന്നത്? Here the solubility is used for comparison. അല്ലേ, പല ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാനുള്ളതാണ്. സോ പല ടെമ്പറേച്ചറുകൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യു ആർ ടേക്കിംഗ് ദ ടെമ്പറേച്ചർ ആസ് വാട്ട് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രഷർ ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് സ്റ്റാൻഡേർഡ്. ഓക്കെ അല്ലേ? അടുത്തത് സോല്യൂബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോല്യൂബിലിറ്റി. ദ ഫാക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നേച്ചർ ഓഫ് ദി സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. ഇവിടെ അതിന് പകരം നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ദ സോൾവെൻറ്റ്. രണ്ടാമത്തത് ടെമ്പറേച്ചർ, മൂന്നാമത്തത് പ്രഷർ. ഓക്കെ, സോ വി വിൽ സീ ദ വേരിയസ് ടേംസ് വൺ ബൈ വൺ. ഫസ്റ്റ് ഓഫ് ഓൾ നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ദി സോൾവെൻറ്റ്. ഒരിക്കൽ കൂടി ഞാൻ ആ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. യൂണിറ്റ് വോളിയം, അതായത് 1 milliliter, 1 milliliter 1 ലിറ്ററോ ആവാം സോൾവെൻറ്റിൽ ലയിക്കുന്ന മാക്സിമം അളവ്. ഇതൊന്നുകൂടി ഞാൻ പറയാൻ കാരണം ഇവിടെ ഞാൻ പുതുതായിട്ട് ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. എന്തായിരുന്നു? അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? ടേക്കൺ ആസ് അൽഫ. എന്താണ് അൽഫ? അൽഫ ഈസ് നത്തിങ് ബട്ട് ദ മെഷർ ഓഫ് സോല്യൂബിലിറ്റി. സോല്യൂബിലിറ്റിയുടെ മറ്റൊരു പദമാണ്, അല്ലെങ്കിൽ സോല്യൂബിലിറ്റിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു അളവാണ് ശരിക്കും അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആർക്ക്? ഗ്യാസസ് ഇൻ ലിക്വിഡ്സിന്, സോളിഡ്സിനല്ല, ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. സോ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ച് നമുക്ക് സോല്യൂബിലിറ്റിയുടെ കമ്പാരിസൺ നടത്താം. അതായത് നേച്ചർ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് പറയുമ്പോൾ നമുക്ക് കമ്പാരിസൺ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് എന്ത്? അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ്. ദെൻ അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുലയൊക്കെ ഉണ്ട്, നമുക്കത് ആവശ്യമില്ല. നമുക്കത് ഒരു അളവുകോലായി മാത്രം എടുത്താൽ മതി. സോ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ദി അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഗ്രേറ്റർ വിൽ ബി ദ സോല്യൂബിലിറ്റി. ഒരു ഗ്യാസിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കൂടുതലാണെങ്കിൽ അത് കൂടുതൽ സോൾവെൻറ്റിൽ ലയിക്കും. ഇനി അത് എന്തിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ്? ഇറ്റ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെമിക്കൽ സിമിലാരിറ്റി. ഈ ടേം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ ആയിട്ടുള്ളത് കൂടുതൽ പോളാർ സോൾവെൻസിലും നോൺ പോളാർ കൂടുതൽ നോൺ പോളാർ സോൾവെൻറ്റിലും ലയിക്കും. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നോക്കാം. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ദേ ആർ നോൺ പോളാർ, പ്യുവർലി നോൺ പോളാർ മോളിക്യൂൾസ്. നോൺ പോളാർ ലയിക്കാൻ ഏതിലായിരിക്കും താല്പര്യം? നോൺ പോളാർ സോൾവെൻറ്റ്സ്.
വാട്ടർ പോളാർ സോൾവെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ലെസ് സോല്യൂബിൾ ഇൻ വാട്ടർ. ഹിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വിൽ ബി ലെസ്. പക്ഷേ ഇറ്റ് ഈസ് മോർ സോല്യൂബിൾ ഇൻ വാട്ട്? എത്തനോൾ. എത്തനോളിൽ കൂടുതൽ ലയിക്കുന്നു. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, HCl, അമോണിയ ഗ്യാസസ് എടുത്തു. കാർബൺ ഡൈ ഓക്സൈഡ്, HCl, അമോണിയ, they are more soluble in water. Greater will be the absorption coefficient and less soluble in alcohol, ethanol. വ്യത്യാസം മനസ്സിലായില്ലേ? സോ ഇവിടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്നുള്ള ടേം പറഞ്ഞത് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെന്റിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിരുന്നു. സോ യൂസിങ് ദാറ്റ് യു ക്യാൻ കമ്പയർ ദ ഡിഫറെൻറ്റ് solubilities or the different type of solubility of gases in liquids on the basis of the nature. ഓക്കെ, രണ്ടാമത്തെ ടേം ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ടെമ്പറേച്ചറിന് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഹീറ്റ് ചേഞ്ച് നിർബന്ധമാണ്. എന്താ ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ? റിയാക്ഷൻ ഫോർവേഡ് ഒന്നുകിൽ എൻഡോതെർമിക് ആവണം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവണം, അല്ലേ? എൻഡോതെർമിക്കോ എക്സോതെർമിക്കോ നിർബന്ധം. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൽ എൻഡോതെർമിക്കും പോസിബിൾ ആണ്, എക്സോതെർമിക്കും പോസിബിൾ ആണ്. പക്ഷേ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സിൽ ഓൺലി വൺ പോസിബിലിറ്റി ഈസ് ദർ. ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. ആൻഡ് വിച്ച് ഇസ് ദാറ്റ്? ഓൺലി എക്സോതെർമിക്. എന്താ പറഞ്ഞത്? The dissolution of gases in liquids is what? Exothermic only. ഒന്നും കൂടി exothermic. അപ്പൊ exothermic എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? Dissolution process, ലയിക്കുന്ന പ്രോസസ് is what? Accompanied by the evolution of heat. ഹീറ്റ് പുറന്തള്ളിയും കൊണ്ടാണ് എന്ത്? അത് ലയിക്കുക. Or you can also illustrate like this. ഒരു ഗ്യാസ് സോൾവെന്റിൽ ലയിക്കുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാകുന്നു. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് ഹീറ്റ് എനർജി ഇസ് ലിബറേറ്റഡ്. പ്ലസ് ഹീറ്റ് എനർജി വിൽ ബി ലിബറേറ്റഡ്, അല്ലേ? ഇത്തരത്തിലൊരു ഇക്വിലിബ്രിയം വരുമ്പോൾ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം? ദ ഫേമസ് Le Chatelier പ്രിൻസിപ്പിൾ. Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കും. സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാ? എൻഡോതെർമിക് റിയാക്ഷനെ നടത്തിക്കൊണ്ടാ. എൻഡോതെർമിക് റിയാക്ഷൻ, അല്ലേ? എൻഡോതെർമിക് റിയാക്ഷൻ ആണോ ഇവിടെ ഫോർവേഡ്? അല്ല. ഡിസൊല്യൂഷൻ പ്രോസസ് ഹിയർ ഇസ് വാട്ട്? എക്സോതെർമിക്. അതുകൊണ്ട് തന്നെ ഇഫ് ഐ എം ഹീറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ഒരു ഗ്യാസ് ലിക്വിഡിൽ ലയിച്ച സൊല്യൂഷൻ ഞാൻ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കും? The gas will be what? Escaping out. The dissolution will be decreased. Solubility of the gas decreases with increase of temperature. Once again, solubility decreases with increase of temperature. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ക്ലോറിൻ വാട്ടർ, അധികമായിട്ട് ക്ലോറിൻ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആ ക്ലോറിനെ കളയാൻ വേണ്ടി വെള്ളം നന്നായി തിളപ്പിക്കുമ്പോൾ ക്ലോറിനെ കളയാമെന്നാണ്. കളയാന്ന് പറഞ്ഞാൽ എന്താ? അനാവശ്യമായിട്ട് ലയിച്ചിരിക്കുന്ന ക്ലോറിൻ ഗ്യാസ് ഈസ് വാട്ട് അലൗഡ് ടു എസ്കേപ്പ് ഔട്ട്. അതിൻ്റെ ഡിസൊല്യൂഷൻ കുറയ്ക്കുന്നു. ഓക്കെ അല്ലേ? നൗ ദ നെക്സ്റ്റ് ഇസ് ഇഫക്റ്റ് ഓഫ് പ്രഷർ. മൂന്നാമത്തത് പ്രഷറായിട്ട്. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന് ഇഫക്റ്റ് ഇല്ലായിരുന്നു, ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. പക്ഷേ ഇവിടെ നമുക്കത് നോക്കിയേ പറ്റൂ, കാരണം ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. സോ ഇഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ ഇഫക്റ്റ് പഠിക്കാൻ നമ്മൾ ആദ്യം ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചിന്തിക്കാം. യു ആർ പ്രിപ്പയറിങ്, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വെള്ളത്തിൽ ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്യണം. വേണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസോൾവ്ഡ് അണ്ടർ ഹൈ പ്രഷർ ഗീവ്സ് സോഡ വാട്ടർ. സോ ഞാൻ രണ്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ടും സോഡ വാട്ടർ തന്നെയാണ്. ആദ്യത്തിൽ ദ ഫസ്റ്റ് കേസ് ഐ ഹാവ് പ്രിപ്പയർഡ് ദ സൊല്യൂഷൻ ഓൾറെഡി ആൻഡ് ഹിയർ ദർ ഇസ് ദ പിസ്റ്റൺ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ W1 എന്ന് പറയുന്ന വെയിറ്റും കാണിച്ചു. സോ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഡിസോൾവ് ചെയ്തു, ആൻഡ് ഹിയർ ദർ എക്സിസ്റ്റ് വാട്ട്? എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതിനകത്തൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. സോ ദർ ഇസ് ഇക്വിലിബ്രിയം. ആര് തമ്മിലാണ് ഇക്വിലിബ്രിയം?
ലയിച്ചിരിക്കുന്നത്, അതായത് ഗ്യാസ് ഇസ് ദർ എബവ്, ഇവിടെയാണ് ഗ്യാസ് ഉള്ളത്. ഹിയർ ഗ്യാസ് വിച്ച് ഇസ് അൺഡിസോൾവ്ഡ്, ലയിക്കാത്ത ഗ്യാസ്. ആൻഡ് ഹിയർ ദ ഗ്യാസ് വിച്ച് ഇസ് വാട്ട്, ഡിസോൾവ്ഡ് ഗ്യാസ് ഇവിടെയുമുണ്ട്. ഗ്യാസ് ഡിസോൾവ്ഡ്. So here undissolved gas and here what, dissolved gas. Okay. So ഇത്തരത്തിലൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. So gas molecules are what, dissolved in the solution forming an equilibrium. ഈ ഇക്വിലിബ്രിയത്തെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇൻ ദ നെക്സ്റ്റ് ഫിഗർ, സി ദ നെക്സ്റ്റ് പിക്ചർ. W1 എന്നുള്ളതിന് പകരം ഞാൻ പിസ്റ്റന്റെ മുകളിൽ ബാക്കി 2 വെയിറ്റും കൂടി അപ്ലൈ ചെയ്തു. സോ പിസ്റ്റൺ താഴ്ന്നു. അതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ്, അവിടെ വോളിയം കുറഞ്ഞു, പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഈ ഭാഗത്ത് നോക്കുക, യൂണിറ്റ് വോളിയം ഇൻക്രീസസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, അവിടെ വോളിയം കുറഞ്ഞപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം, പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുകയാണ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടി ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ സിസ്റ്റം സമ്മതിക്കോ, പ്രിൻസിപ്പിൾ സമ്മതിക്കോ? ഇല്ല. എന്ത് വേണം? കൂടുതലായിട്ട് വന്ന ആ മോളിക്യൂൾസിനെ എന്തിലേക്ക് എടുക്കും? സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്ത് മാറ്റും. So more particles will be going into the solution. Dissolution becomes what? Dissolution takes place at a faster rate. കൂടുതൽ ഡിസോൾവ് ചെയ്യും. സോ എന്താ കൺക്ലൂഷൻ? പ്രഷർ കൂടുന്തോറും, if the pressure is greater, solubility what? Increases. Solubility of gas in liquid increases. ഇത്തരത്തിൽ solubility of gas in liquid നെ കുറിച്ച് ഒരു നിയമം തന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയത് ഹെൻറിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ഹെൻറീസ് ലോ എന്ന രീതിയിൽ. എന്തായിരുന്നു ഹെൻറീസ് ലോ പറയുന്നത്? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ദ മാസ് ഓഫ് ദ ഗ്യാസ് ഡിസോൾവ്ഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് എബവ് ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് ഓർ ദി സൊല്യൂഷൻ. ഒരിക്കൽ കൂടി, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. സോ മാസ് കോൺസെൻട്രേഷൻ ആണ്. അതിന് തക്കതായ ടേം ആണ് സോലിബിലിറ്റി. അതുകൊണ്ടാണ് സോലിബിലിറ്റി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ സോലിബിലിറ്റി ഓർ മാസ് ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് is directly proportional to the pressure of the gas present above the surface of the liquid or the solution. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലയിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതിന് നേർ അനുപാതത്തിലായിരിക്കും? അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് നേർ അനുപാതത്തിലായിരിക്കും. സോ മാസ് വിൽ ബി ഗ്രേറ്റർ ദ പ്രഷർ, ഗ്രേറ്റർ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ്. Again, greater the pressure, greater the amount of gas dissolved. അപ്പം ഞാൻ എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾഡിനെയും മാസ് ഓഫ് ദ ഗ്യാസിനെ എം എന്നാണ് സൂചിപ്പിക്കുന്നു. പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് പി എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എം വിൽ ബി വാട്ട്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി അല്ലേ? മാസ് കൂടുതലേക്കും കൂടുതൽ പ്രഷർ ഉണ്ടെങ്കിൽ. റിമൂവിങ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ, എം ഇസ് ഈക്വൽ ടു വാട്ട്? കെ ഇൻ ടു പി, where K is known as the Henry's constant. This you have studied last year. ഇക്കൊല്ലം ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നു. എമ്മിന് പകരം ഐ എം യൂസിങ് വാട്ട്? കൈ ഓർ എക്സ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എക്സ് എന്നാണ് പറഞ്ഞത്. യു ക്യാൻ ഓൾസോ യൂസ് വാട്ട്? കൈ. സോ കൈ എന്ന് ഞാൻ ഇനി പറയാം. സോ കൈ ദ മോൾ ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്? സോലിബിലിറ്റി ഇസ് എ കോൺസെൻട്രേഷൻ ടേം. സോലിബിലിറ്റി ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് എന്ത്? മോൾ ഫ്രാക്ഷൻ. ദാറ്റ് ഇസ് വാട്ട്? കൈ. അതുകൊണ്ടാണ് മോൾ ഫ്രാക്ഷൻ തന്നെ സോലിബിലിറ്റിക്ക് ഉപയോഗിക്കുന്നത്. സോ മോൾ ഫ്രാക്ഷൻ which is the term for solubility is equal to K into P, where K is known as what? The Henry's constant. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൻറീസ് ലോ കണ്ടു. ഹെൻറി വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗ്യാസസും ലിക്വിഡ്സുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു ഡാൽട്ടൺ. ആൻഡ് യു നോ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് അല്ലേ? എന്തായിരുന്നു ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്? ഒന്നിൽ കൂടുതൽ നോൺ റിയാക്ടിങ്, തമ്മിൽ പ്രവർത്തിക്കാത്ത ഗ്യാസസിന്റെ മിക്സ്ചർ എടുത്താൽ ആ ഗേഷ്യസ് മിക്സ്ചറിന്റെ ആകെ പ്രഷർ, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ
ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെ ഓരോ ഗ്യാസസിൻ്റെയും പ്രഷറിൻ്റെ തുകയായിരിക്കും എന്നുള്ളതാണ് എന്ത് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ആർ ഡീലിംഗ് വിത്ത് ഓൺലി വൺ ഗ്യാസ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ അവിടെ വെള്ളത്തിൽ ലയിപ്പിക്കുന്നതായിട്ട് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ ഒന്നിലധികം ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് മിക്സ്ചർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ചിന്തിക്കുക. അതാണ് ഡാൽട്ടൺ എടുത്തത്. ഹെൻറി പറഞ്ഞത് ഒരു ഗ്യാസിൻ്റെ കാര്യമാണ്, വെറാസ് ഡാൽട്ടൺ അതിനെ മോഡിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഹീസ് വർക്കിംഗ് വിത്ത് വാട്ട് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. So when a mixture of gases are in equilibrium, they form the saturated solution. Then instead of pressure, നേരത്തെ പ്രഷർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇൻസ്റ്റെഡ് ഓഫ് പ്രഷർ യു ക്യാൻ യൂസ് ദ ടേം പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. കാരണം ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെയും പ്രഷർ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രഷർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാർഷ്യൽ പ്രഷർ എന്ന് മോഡിഫൈ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? ഡാൽട്ടൺ പറഞ്ഞു. ഓക്കെ, അതായത് ഹെൻറീസ് ലോയിലേക്ക് ഒരു ചെറിയ മാറ്റം വരുത്താണ് ആര്? ഡാൽട്ടൺ. എന്തേ ചെയ്തിട്ടുള്ളൂ? ഒന്നിലധികം ഗ്യാസ് വരുമ്പം ഗേഷ്യസ് മിക്സ്ചർ കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷറിന് പകരം എന്ത് വരുത്തണം? പാർഷ്യൽ പ്രഷർ എന്ന് കൊടുക്കണം. സോ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇഫ് 2 or more നോൺ റിയാക്ടിംഗ് ഗ്യാസസ് ആർ സൈമൾട്ടേനിയസ്ലി ഇൻ ഇക്വിലിബ്രിയം, ഒരുമിച്ച് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ വിത്ത് ദ ലിക്വിഡ് സോലിബിലിറ്റി കൈ of any gas in the mixture is directly proportional to the partial pressure P of the gas in the mixture. So solubility is directly proportional to partial pressure. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഹെൻറീസ് ലോ ഒന്ന് മോഡിഫൈ ചെയ്യാം. സോ മോഡിഫൈഡ് ഹെൻറീസ് ലോ എന്തെന്ന് നോക്കണം. എന്താ അവിടെ അപ്പോൾ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത്? മോൾ ഫ്രാക്ഷൻ നേരത്തെ ഹെൻറീസ് ലോയിൽ നമ്മൾ കൊണ്ടുവന്നതാണ്, കോൺസെൻട്രേഷനും മറ്റൊരു പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ പുതിയ മോഡിഫിക്കേഷനിൽ വരുന്ന എന്താ? പ്രഷറിന് പകരം എന്താക്കുന്നു? പാർഷ്യൽ പ്രഷർ എന്ന് ചേർക്കുന്നു. സോ പാർഷ്യൽ പ്രഷർ ചേർക്കുമ്പോൾ എങ്ങനെയാവും? ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ്, ലയിക്കുന്ന ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്, ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ ഓഫ് ദ ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനാണ് കൊടുക്കുന്നത്. Once again, the relation between what? Partial pressure and mole fraction. So partial pressure P ആണെങ്കിൽ, then mole fraction chi ആണെങ്കിൽ, you can write P is directly proportional to chi. നേരത്തെ നമ്മൾ എന്തായിരുന്നു എഴുതിയത്? X is directly proportional to, chi is directly proportional to P എന്ന് എഴുതി. അതൊന്ന് തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ടേം ഡിഫൈൻ ചെയ്ത രീതിയിൽ P is directly proportional to chi. So again, proportionality constant മാറ്റുമ്പോൾ P is equal to what? KH into chi എന്നായി. P is equal to KH into chi. അവിടെ കണ്ടോ? ആ പ്രൊപ്പോർഷണാലിറ്റിക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ടേം അധികം ചേർത്തു, KH എന്ന് ചേർത്തു. Where KH is known as the Henry's law constant. ഹെൻറീസ് കോൺസ്റ്റന്റ് തന്നെ. പക്ഷെ ഈ ഹെൻറീസ് കോൺസ്റ്റന്റും നേരത്തെ പറഞ്ഞ ഹെൻറീസ് കോൺസ്റ്റന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ അത്? ഹെൻറീസ് കോൺസ്റ്റന്റ്, സേ ദിസ്, നേരത്തെ നമ്മൾ കണ്ടത് എന്താ? എക്സ് ഇസ് ഇക്വൽ ടു കെ ഇൻ ടു പി എന്നാ. എക്സ് ഇസ് ഇക്വൽ ടു കെ ഇൻ ടു ഓർ കൈ ഇസ് ഇക്വൽ ടു കെ ഇൻ ടു പി എന്നാണ് ഇതിൽ കണ്ടത് അല്ലേ? കൈ ഇസ് ഇക്വൽ ടു കെ ഇൻ ടു പി എന്നാണ്. പക്ഷെ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ടേമിൽ എങ്ങനെയായിരുന്നു? കൈ ഇസ് ഇക്വൽ ടു വാട്ട് ഓർ പി ഇസ് ഇക്വൽ ടു കെ എച്ച് ഇൻ ടു കൈ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഹിയർ? നേരത്തെയുള്ള 1/k എടുക്കുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? KH ആയി മാറുന്നത്. സോ നമ്മൾ കമ്പാരിസന് വേണ്ടി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത് KH ആണ്, അല്ലാതെ K അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാറ്റം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. KH ഇസ് ആക്ച്വലി വാട്ട്? 1/k. ഇനി അത് 1/k ആയത് കാരണം നേരത്തെ എക്സ്പ്രഷൻ തിരിച്ചായിരുന്നു എഴുതിയത്. അതൊന്ന് ഞാനൊന്ന് ക്ലിയർ ആക്കിയെന്ന് മാത്രം. സോ വൺസ് അഗെയിൻ, ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ്, ഹെൻറീസ് ലോ എഴുതാൻ ചോദിച്ചാൽ ഈ മോഡിഫൈഡ് ഫോമാണ് എഴുതേണ്ടത്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഹെൻറീസ് കോൺസ്റ്റന്റ് KHനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായി നോക്കാം. ഹെൻറീസ് കോൺസ്റ്റന്റ് ആദ്യം എങ്ങനെ കണ്ടെത്താമെന്ന്. എവിടുന്നാ ഹെൻറീസ് കോൺസ്റ്റന്റ് കിട്ടുന്നത്? ഫ്രം ദ റിലേഷൻ P is equal to KH into chi ആണ് അല്ലേ? അവിടെയാണ് KH ഉള്ളത്. ആ റിലേഷൻ നോക്കാം. ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ റിലേഷൻ. എന്താ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ? Y is equal to mx plus c അല്ലേ?
ആ ഇക്വേഷനിൽ സി എന്ന ഭാഗം മാത്രം അവിടെ കാണുന്നില്ല. പി ഇസ് ഇക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്. അപ്പോൾ വൈ ഇസ് ഇക്വൽ ടു എം എക്സ് അവിടെ ആയിട്ടുണ്ട്. സി എന്ന് പറയുന്ന വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗം 0 ആണെന്നേ ഉള്ളൂ. സോ വൈ ഇസ് ഇക്വൽ ടു എം എക്സ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടണം, പാസിംഗ് ത്രൂ ദി ഒറിജിനുമായിരിക്കണം. അതിനനുസരിച്ച് ഞാൻ വ്യത്യസ്ത മോൾ ഫ്രാക്ഷനിൽ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കണ്ടെത്തി. എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്? വൈ ആക്സിസിൽ എന്താ എടുക്കുന്നത്? പാർഷ്യൽ പ്രഷർ അലോങ് ദി വൈ ആക്സിസ്. ആൻഡ് എക്സ് ആക്സിസിൽ എന്ത് വേണം? മോൾ ഫ്രാക്ഷനും പ്ലോട്ട് ചെയ്യുന്നു. സോ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ ഗ്രാഫ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ കണ്ടെത്തി അതിന്റെ പാർഷ്യൽ പ്രഷറിന് എഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ടുകൾ വ്യത്യസ്തമായി കിട്ടിയിരിക്കുന്ന പാർഷ്യൽ പ്രഷർ ഫോർ മോൾ ഫ്രാക്ഷൻ ആണ്. ഡോട്ടുകൾ യോജിപ്പിക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നും ഈ ഗ്രാഫിൽ നിന്നും നിങ്ങൾ എങ്ങനെ കെ എച്ച് കണ്ടെത്തും? ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ് കെ എച്ച് എന്ന് പറയുന്നത്. അതായത് വൈ ഇസ് ഇക്വൽ ടു എം എക്സിൽ എം ആണ് സ്ലോപ്പ്, എമ്മിന്റെ സ്ഥാനത്താണ് കെ എച്ച് വരിക. സോ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഡിറ്റർമിൻഡ് വിൽ ബി വാട്ട്? ദി ഹെൻറീസ് കോൺസ്റ്റന്റ്. എങ്ങനെയാ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാം? യു ക്യാൻ ഡ്രോ ലൈൻ ലൈക്ക് ദിസ്. ഇത്തരത്തിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആൻഡ് take the y value. This is the y value represented by dy. അല്ലേ? അതിന് വൈയുമായിട്ട് അത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ഡിഫറൻസ് വരുന്നത് ദാറ്റ് വിൽ ബി വാട്ട്? dy. സിമിലർലി എക്സിൽ എക്സ് ആക്സിസിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ഡി എക്സ് എന്നും കിട്ടും. സോ dy ടേം ആൻഡ് dx ടേം. ഇനി dy യെ dx കൊണ്ട് ഹരിച്ചാൽ യു വിൽ ഗെറ്റ് വാട്ട്? m, which is the slope. And dy by dx is the slope known as what? Henry's constant. So Henry's constant determine ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? Slope of the straight line graph passing through the origin. ഏത് ഗ്രാഫിന്റെ ആയിരുന്നു? ഹെൻറീസ് ലോ ഗ്രാഫിന്റെ പാർഷ്യൽ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അടുത്തത് ഹെൻറീസ് ലോന്റെ അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ടേബിളിൽ ഹെൻറീസ് പല ഗ്യാസുകളുടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഈ റൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോക്കാം. ഒരേ ടെമ്പറേച്ചറിൽ 298 ടെമ്പറേച്ചർ മാറ്റുന്നില്ല. വ്യത്യസ്ത ഗ്യാസുകൾ എടുത്തിരിക്കുന്നു. ഇവിടെ 5 ഗ്യാസ് എടുത്തിട്ടുണ്ട്. ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, മീഥെയിൻ, വിനൈൽ ക്ലോറൈഡ്. ഓരോരുത്തർക്കും ഓരോ വാല്യൂ ആണ്, പല പല വാല്യൂ ആണ് കിട്ടുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. എന്തായിരുന്നു? സേ ദിസ് kh value is a function of nature of the gas. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് മാറുന്നതിനനുസരിച്ച് kh വാല്യൂ മാറും. അതായത് ഓരോ ഗ്യാസിനും ഓരോ kh വാല്യൂ ആണ്. രണ്ടാമത്തേത് again see ഈ ഒരു ടേബിൾ ഒന്നുകൂടി നോക്കാം. ഇതിനകത്ത് ഞാൻ നൈട്രജൻ 2 പ്രാവശ്യം എടുത്തിരിക്കുന്നു. 2 വ്യത്യസ്ത ടെമ്പറേച്ചറിൽ നൈട്രജൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓക്സിജനും എടുത്തു. 293 ഒരു 10 ഡിഗ്രി കൂട്ടി 303 എടുത്തു. 293 വാല്യൂ നോക്കുക 76.48. 303 88.84. കണ്ടോ? വാല്യൂ കൂടി. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതിന്റെ kh വാല്യൂ കൂടുന്നതായിട്ടാണ് കാണുന്നത്. So what is the conclusion? Higher the temperature, higher the kh value. So kh is a function of nature of the gas. പല ഗ്യാസിന് പല kh വാല്യൂ ആയിരിക്കും. Again ടെമ്പറേച്ചർ കൂട്ടിയാൽ kh വാല്യൂ കൂടും. ഓക്കെ, അവിടെ തന്നെ മൂന്നാമതായിട്ടൊരു കാര്യം പറയാം. P is equal to kh into chi ആണ് നമ്മുടെ റിലേഷൻ ഹെൻറീസ് ലോ. അവിടെ if this pressure is kept constant, if you are taking the or considering the experiment at the same pressure മാറ്റുന്നില്ല എന്ന് വിചാരിക്കുക, സെയിം പ്രഷർ ചിന്തിച്ച് നോക്കുക. പി പ്രഷർ മാറുന്നില്ലെങ്കിൽ kh ഇൻറ്റു എക്സ് മാറാൻ പാടില്ല. സോ ഇഫ് kh ഇസ് ഗ്രേറ്റർ, kh കൂടുന്നു എങ്കിൽ, ഗ്യാസിന്റെ kh കൂടുന്നുവെങ്കിൽ, ടു കീപ് ദ പ്രഷർ കോൺസ്റ്റന്റ്, ടു കീപ് ദ പ്രഷർ സെയിം, chi വാല്യൂ മസ്റ്റ് ഡിക്രീസ്. അല്ലേ? ഒരു വാല്യൂ കൂടുന്നതിനനുസരിച്ച് മറ്റൊരു വാല്യൂ കുറഞ്ഞാലേ
you can keep what? The pressure constant here. ശരിയല്ലേ? സോ കെ എച്ച് വാല്യൂ കൂടുന്നതിനനുസരിച്ച്, ഒരു പ്രത്യേക പ്രഷറിൽ കെ എച്ച് വാല്യൂ കൂടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി കുറയുന്നു. ഇനി ഒന്നും കൂടി ചിന്തിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കെ എച്ച് വാല്യൂ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കെ എച്ച് വാല്യൂ കൂടും. അപ്പം മൂന്നാമത്തെ ടേം എന്താ പറഞ്ഞത്? ഇഫ് അറ്റ് ദ സെയിം പ്രഷർ ഹയർ ദ ടെമ്പറേച്ചർ, ഹയർ ദ കെ എച്ച് വാല്യൂ ആൻഡ് ഹെൻസ് ലോവർ ദ സോല്യൂബിലിറ്റി. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി കുറയും അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ കണ്ടു. Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ കൂട്ടുംതോറും സോല്യൂബിലിറ്റി കുറയും. ആ പ്രിൻസിപ്പിളിലൂടെ മാത്രമല്ല നമുക്ക് ഡിസൊല്യൂഷൻ്റെ റേറ്റ് കുറയുമെന്ന് പറയാൻ പറ്റുന്നത്, സമർത്ഥിക്കാൻ പറ്റുന്നത്. യൂസിങ് ഹെൻറീസ് ലോ ഓൾസോ യു ക്യാൻ പ്രൂവ് ദാറ്റ്. യു ഹാവ് പ്രൂവ്ഡ് നൗ ദാറ്റ് greater the temperature, greater the KH value, and hence lower the solubility of the gas in the liquid to form the solution. So, solubility of the gas temperature കൂടുന്നതിനനുസരിച്ച് കുറയുന്നു എന്ന് കാണിക്കാൻ Le Chatelier തത്വവും ഉപയോഗിക്കാം, ഹെൻറീസ് ലോയും ഉപയോഗിക്കാം. അതിനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷെ വിവരണം കൃത്യമായിരിക്കണം. Le Chatelier ആണെങ്കിൽ എക്സോതെർമിക് എന്ന കേസ് എടുത്തു പറയണം. ഇവിടെയാണെങ്കിൽ കെ എച്ച് എന്ന കേസ് എടുത്തു പറഞ്ഞു വേണം അതിനുള്ള വിശദീകരണം കൊടുക്കുക. അവസാനമായിട്ട് ഹെൻറീസ് ലോ കോൺസ്റ്റന്റിൽ അതിൻ്റെ യൂണിറ്റ് ആണ്. വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് കെ എച്ച്? അതും നമുക്ക് ഈ റിലേഷൻ തന്നെ കിട്ടും. പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കയ്യ. പിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ, അറ്റ്മോസ്ഫിയർ, ബാർ, ടോർ ഒക്കെ പറയാം. കയ്യുടെ യൂണിറ്റ് എന്താ? ഇറ്റ് ഹാസ് നോ യൂണിറ്റ് അല്ലേ, യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പിന്നെ കെ എച്ചിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പിയുടെ തന്നെ യൂണിറ്റ് ആയിരിക്കും. സോ ദ യൂണിറ്റ് ഓഫ് കെ എച്ച് ക്യാൻ എക്സ്പ്രസ്ഡ് ഐദർ ഇൻ അറ്റ്മോസ്ഫിയേഴ്സ് ഓർ ഇൻ വാട്ട്? ബാർ. സോ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ബാർ ആണ് കെ എച്ചിൻ്റെ യൂണിറ്റ്. ഫൈനലി ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ജലത്തിലെ ജീവജാലങ്ങൾക്ക് വസിക്കാൻ ഏറ്റവും അനുയോജ്യമായത് കോൾഡ് വാട്ടർ ആണോ അതോ വാം വാട്ടർ ആണോ? ഏതാ? കോൾഡ് വാട്ടർ തന്നെയാണ്. കാരണം തണുത്ത വെള്ളത്തിൽ ഓക്സിജൻ ലയിച്ചിരിക്കുന്ന അളവ് കൂടുതലായിരിക്കും. എന്തിനാ ഓക്സിജൻ? ശ്വസിക്കണമെങ്കിൽ ജലത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനാണ് അവ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുന്തോറും ഓക്സിജൻ എന്ന ഗ്യാസ് ലയിക്കുന്ന അളവ് ടെമ്പറേച്ചർ കൂടുന്തോറും ഹെൻറീസ് ലോ പ്രകാരം കുറയുന്നു. ആസ് എ റിസൾട്ട് we can say that higher the temperature or when the water becomes more and more warmer, lesser will be the solubility of oxygen. So you can say that aquatic species are more comfortable in cold waters than in warm waters. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തായിരുന്നു റീസൺ? കൊടുക്കേണ്ടത് ഹെൻറീസ് ലോ പ്രകാരം സോല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ബിക്കോസ് ഓക്സിജൻ ലയിക്കുന്നത്, ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ കോൾഡ് വാട്ടറിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് പറയാനുള്ളത് സോഡ വാട്ടർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ശീതള പാനീയങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഡിസോൾവ്ഡ് അണ്ടർ പ്രഷർ അല്ലേ, സീൽഡ്. ദ ബോട്ടിൽ വിൽ ബി സീൽഡ് അണ്ടർ പ്രഷർ ആണ്. അങ്ങനെ സീൽ ചെയ്യുമ്പോൾ എന്താണ്? ഹയർ ദ പ്രഷർ ഗ്രേറ്റർ വിൽ ബി ദ സോല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് എന്നാണ് നമ്മൾ കണ്ടത്. P is directly proportional to chi. So to increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under pressure. Okay, higher the pressure, higher will be the solubility. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ മുങ്ങൽ വിദഗ്ധർക്ക് ഉണ്ടായേക്കാവുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയാണ്. അതിനെ നമുക്ക് ബെൻഡ് എന്നോ ഡീകംപ്രഷൻ സിക്നസ് എന്നോ വിളിക്കാം. എന്താന്ന് നോക്കാം. മുങ്ങൽ വിദഗ്ധരെ ഡീപ് സീ ഡൈവേഴ്സ് എങ്കിൽ സ്കൂബ ഡൈവേഴ്സ് എന്ന് വിളിക്കാം. സ്കൂബ ടാങ്ക് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ സ്കൂബ ഡൈവേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്കൂബ ടാങ്കിലാണ് അവർക്ക് ആവശ്യമായ എയർ അവർ കരുതുന്നത്. ഈ എയർ ആദ്യമൊക്കെ നോർമൽ എയർ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് മിക്സ്ചർ ഓഫ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് അതർ ഗ്യാസസ്. അതിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആയിരിക്കും 78% ആൻഡ് 21% ഓക്സിജൻ. ഇങ്ങനെയുള്ള എയർ ക്യാരി ചെയ്യുന്ന ടാങ്കുമായിട്ട് ദേ ആർ ഗോയിങ് ടു ദ ഡെപ്ത് ഓഫ് ദി ഓഷ്യൻ.
When they go deeper and deeper, what happens to the pressure? Pressure increases. When the pressure increases, the partial pressure of the various gases will also increase. അല്ലേ? Partial pressure of oxygen and nitrogen will increase. Partial pressure when greater will be the solubility. ഏത് ലോ ആണ്? ഹെൻറീസ് ലോ. സോ എന്താ സംഭവിക്കും? പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബ്ലഡിൽ ലയിക്കുന്ന ഗ്യാസസിന്റെ അളവ് കൂടും. നൈട്രജനും ഓക്സിജനും കൂടുതൽ ബ്ലഡിൽ ലയിക്കാൻ തുടങ്ങും. ലയിക്കുന്ന ഓക്സിജന് വേറെ ഡ്യൂട്ടി ഉണ്ട് ബ്ലഡിൽ. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ വാട്ട്? ദ നോർമൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. ബോഡിയിലുള്ള മറ്റ് റിയാക്ഷൻസിന് പറയുന്ന പേരാണ്, ഓരോ റിയാക്ഷനെയും കൂട്ടായി വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. അപ്പോൾ അതിന് പോകുന്നു. പക്ഷേ നൈട്രജൻ എങ്ങനെയാണോ? ഇസ് ഇറ്റ് reactive? No. So nitrogen remains there in the soluble form itself. ഡൈവർ തിരിച്ച് സർഫസിലേക്ക് പൊങ്ങി വരുമ്പോഴാണ് പ്രശ്നം. പ്രഷർ ഡിക്രീസസ്. ആസ് എ റിസൾട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസസ് ഡിക്രീസസ്. സോല്യൂബിലിറ്റി വിൽ ഓൾസോ ഡിക്രീസ്. ഓക്സിജന് പ്രശ്നമില്ല, കാരണം അത് റിയാക്ട് ചെയ്തു. പക്ഷെ നൈട്രജൻ എന്ത് ചെയ്യാന്ന്? ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദ സോല്യൂബിൾ ഫോം ഇൻ ദ ബ്ലഡ്, അല്ലേ? ഡിസോൾവ് ചെയ്ത് നിൽക്കുകയാണ്. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കം ഔട്ട്. സോ എന്ത് ചെയ്യും? നൈട്രജൻ വിൽ ബബിൾ ദർ ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് വെസൽസ് ബബിൾ ചെയ്യാൻ തുടങ്ങും. ബബിൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ എന്താവുന്നു? ബബിൾസ് ഫോം ചെയ്യുമ്പം ബ്ലോക്ക് ആവുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ വെരി പെയിൻഫുൾ കണ്ടീഷൻ. അതിൻ്റെ ഫലമായി ഈ ഡൈവർ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് അയാളുടെ മരണത്തിനും കാരണമായേക്കാം. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്നാൽ പിന്നെ സ്കൂബ ടാങ്കിൽ 100% ഓക്സിജൻ ക്യാരി ചെയ്തൂടെ? ഒരിക്കലും പറ്റില്ല. 100% ഓക്സിജനായിട്ട് ഒരാൾ ശ്വസിക്കുകയാണെങ്കിൽ അയാളുടെ ലങ്സിലുള്ള ആൽവിയോലയിൽ ഓക്സിജൻ നിറയുകയും അതിൻ്റെ ഫലമായി അയാളുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറയുകയും ചെയ്യും. ഇതും ഹാംഫുൾ ആണ്. ചില കേസിൽ ഇത് ഹൈലി ടോക്സിക് ടോക്സിക്കായി പോലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂബ ടാങ്കിൽ ഇപ്പോൾ കരുതുന്നത് ഹീലിയം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത ഗേഷ്യസ് മിക്സ്ചറാണ്. അതായത് മിക്സ്ചർ ഇങ്ങനെയാണ്: ഹീലിയം 11.7%, നൈട്രജൻ 56.2% ആൻഡ് ഓക്സിജൻ 32.1% ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹീലിയം ഡൈല്യൂട്ട് ചെയ്യുന്നത്? കാരണം ഹീലിയത്തിന് ബ്ലഡിലുള്ള സോല്യൂബിലിറ്റി വളരെ കുറവാണ്. ഹീലിയം ഈസ് വാട്ട്? വെരി ലെസ് സോല്യൂബിൾ ഇൻ ബ്ലഡ്. സോ എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണെന്ത്? ഡീപ് സീ ഡൈവേഴ്സിൽ കാണുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരെന്തായിരുന്നു? ബെൻഡ് അല്ലെങ്കിൽ ഡീകംപ്രഷൻ സിക്നസ്. നൗ നെക്സ്റ്റ് ഇസ് ഡീപ് സീ ഡൈവിങ്ങിൽ പറയുന്നത് പോലെ തന്നെ മൗണ്ടൻ ക്ലൈംബേഴ്സിന് അല്ലെങ്കിൽ ഉയർന്ന മേഖലകളിൽ താമസിക്കുന്നവർക്ക്, ദ പീപ്പിൾ ലിവിങ് ഇൻ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്, അവർക്കുണ്ടായേക്കാവുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയാണ് അനോക്സിയ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദറ്റ് കണ്ടീഷൻ? അനോക്സിയ. അതായത് ഉയരത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കുറയുകയാണ് ചെയ്യുക. സോ പാർഷ്യൽ പ്രഷർ ഓഫ് വേരിയസ് ഗ്യാസസ്, പെർട്ടിക്കുലർലി ഓക്സിജൻ കുറയുന്നു. ബ്ലഡിൽ കലരുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നു. സോ ആവശ്യത്തിന് ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടാത്ത എന്നല്ല, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് അനോക്സിയ. ഇത്രയുമാണ് ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. ഇത്രയുമാണ് നമുക്ക് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്.